ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കുഞ്ഞാറ്റ വ്ളോഗിലേക്ക് സ്വാഗതം ട്ടാ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പൂരം ഉണ്ടായിരുന്നു. അവിടെ പരിപാടി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. പൂരത്തിന്റെ തലേ ദിവസമാണ് കേട്ടോ പരിപാടി. ആരെ വരുന്നതെന്ന് അറിയോ? കൗശിക്കാണ് കേട്ടോ പാട്ട് പാടാനായിട്ട് വരുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നതിന് മുന്നേ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ചോറൊക്കെ വാരി തന്നിട്ടുണ്ടായിരുന്നു. തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. തേങ്ങാ ചമ്മന്തി കൂട്ടിയിട്ട് ഞങ്ങൾ കുറേ ചോറ് തിന്നും. എനിക്കും കുഞ്ഞിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഓറഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് വാങ്ങിച്ചു വെച്ച ഓറഞ്ചാണ്, പക്ഷേ ഞങ്ങളും കൂടി കഴിക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞൻ തല്ലൂടിയിട്ടിരിക്കുകയായിരുന്നു അമ്മേനായിട്ട്. ഡ്രസ്സ് പുതിയ തന്നെ ഇടണം, പാൻറ് നല്ല തന്നെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം അമ്മ അവനും കൂടി ചോറൊക്കെ വാരി കൊടുത്തിട്ട് വയറൊക്കെ നിറച്ചു വിട്ടു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ വിശന്ന് തുടങ്ങും. കാരണം 10 മണിയൊക്കെ ആവും, രാത്രിയൊക്കെ ആവും പരിപാടി കഴിയാനായിട്ട്. ഞങ്ങൾ എന്നിട്ട് അമ്പലത്തേക്ക് നടന്നിട്ടാണ് കേട്ടോ പോയത്. നടന്നു പോകുമ്പോൾ വഴിയിൽ ഇതുപോലുള്ള കുറേ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പല പല കളറുകളായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് ഇതുപോലത്തെ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പാട്ട് ഒക്കെ പാടുമ്പോൾ ഡാൻസ് കളിക്കേണ്ടതുകൊണ്ട് അമ്മ ഫസ്റ്റത്തെ വരിയിൽ തന്നെ ഇരുന്നു കേട്ടോ. ആദ്യം പാടിയത് ഒരു പഴയ ഏതോ ഒരു പാട്ടാണ്, ഞാനൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ചേട്ടൻ, കൗശിക് ചേട്ടൻ വരാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൈക്കയിൽ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കൗശിക് ചേട്ടൻ്റെ കുറേ പണ്ടത്തെ വീഡിയോസൊക്കെ അവർ ആ സ്റ്റേജിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ എന്തൊക്കെയോ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. മുന്നേ ഏതോ ഒരു ചാനലിൽ പാട്ട് പാടിയ വീഡിയോസും കാര്യങ്ങളൊക്കെ അത് അവിടെ സ്റ്റേജിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് കൗശിക് ചേട്ടൻ ഭയങ്കര ചെറുതായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു കാണാൻ ആ വീഡിയോയിലൊക്കെ. കൗശിക് ചേട്ടൻ വന്നതിൻ്റെ ഒരു അലർച്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. ചേട്ടൻ വന്ന് എല്ലാവരെയും നല്ല ഡാൻസ് മൂഡിലേക്കൊക്കെ മാറ്റി. കുറേ നല്ല നല്ല പാട്ടുകളൊക്കെ പാടി. പിന്നെ ആള് ഒരു പഴയ പാട്ട് പാടി. അങ്ങനെ പാടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ഫ്ലാഷ് ലൈറ്റൊക്കെ കത്തിച്ചിട്ട്, ഫോണിൽ കത്തിച്ചിട്ട് കൈ കൊണ്ട് വീശാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഫോണിൽ ഞാനും ഇതുപോലെ ടോർച്ച് കത്തിച്ചിട്ട് വീശി കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കൈ അടിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് തന്നെ കളിച്ചു. അങ്ങോട്ട് കളിക്കാൻ പോകാനായിട്ട് എനിക്ക് കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വേറൊരു ചേട്ടനും ഇതുപോലെ ഈ ഫ്ലവേഴ്സ് ചാനലിൽ പാട്ട് പാടിയിരുന്ന ചേട്ടനാണ് ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ആ ചേട്ടനെയൊന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു ചേട്ടൻ വന്നിട്ട് ഞങ്ങളെന്നെ വിളിച്ച് വരുത്തി ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടുമെന്ന് ഞങ്ങളോട് ചോദിച്ചു. പക്ഷെ ഞങ്ങൾ ആരും പാടിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് വന്നത് കുഞ്ഞിൻ്റെ അടുത്തേക്കാണ്. കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കുഞ്ഞിനോട് പാടുമെന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞിനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ തന്നെ പാടിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ടാ. ഞങ്ങൾ ആ ചേട്ടൻ്റെ കൂടെ ഡാൻസൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. ഞാനും സുന്ദൊക്കെ അങ്ങോട്ട് ഓടി ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ചേട്ടൻ സ്റ്റേജിൽ കയറിയിട്ട് പിന്നെ ഭയങ്കര ഡാൻസായിരുന്നു. കൗശിക് ചേട്ടനും കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാരും കുറേ ചേട്ടന്മാരെല്ലാവരും കൂടിയിട്ട് നല്ല ഡാൻസായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും സ്റ്റേജിൻ്റെ മുന്നിലേക്ക് ഓടിപ്പോയിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ചു കേട്ടോ. എന്നാലും കുറേ പേരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സുഖമില്ലായിരുന്നു തുടക്കത്തിൽ. പിന്നെ കുറേ പേരൊക്കെ കളിക്കാൻ കുറേ കൂട്ടുകാർ വന്നു, കണ്ടില്ലേ. ഈ പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടായിരുന്നു, കൂടത്തുള്ളി എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടത്തുള്ളി. പിന്നെ കുഞ്ഞൻ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ സാധാരണ ഇങ്ങനെ ഡാൻസിനൊന്നും വരാറില്ല, അവന് ഭയങ്കര നാണം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഈ പരിപാടി വന്നപ്പോൾ അവനും കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ചേട്ടന്മാർ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പാട്ടൊക്കെ പാടാൻ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു അവരെ പാട്ടൊക്കെ. ഞങ്ങൾ എന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ ആ ചേട്ടൻ മൈക്കായിട്ട് ഞങ്ങളുടെ അരിയത്തേക്ക് വന്നു പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട്. അവരടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷേ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പാടാനൊക്കെ ആയിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ.
കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ കൂടെ കളിക്കാൻ വന്ന ലച്ചു ചേച്ചിയും സ്വന്തമൊക്കെ പോയിട്ടാ. പിന്നെ ഞാൻ കളിക്കാൻ പോയില്ല. ഞാൻ കസാരയിൽ തന്നെ ഇരുന്നിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് കളിച്ചു. പാട്ട് വെച്ചിട്ടല്ല, അവരവിടെ പാടുമ്പോൾ ഞാൻ കസാരയിൽ ഇരുന്നിട്ട് തന്നെ കളിച്ചു കേട്ടോ. പിന്നെ അമ്മ പോവണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും പോയ കാരണം കൊണ്ട് പിന്നെ പോവണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞന് വയ്യാണ്ടായി. എൻ്റെ അനിയൻ കുഞ്ഞനല്ല, ഞങ്ങളുടെ വേറൊരു ചേട്ടനുണ്ട്. ആ ചേട്ടന് വയ്യാതായപ്പോൾ എല്ലാവരും പോയി. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ ഞാനും കുഞ്ഞനും പിന്നെ അങ്ങോട്ട് കളിക്കാനൊന്നും പോയില്ല കേട്ടോ. ഒറ്റ കുട്ടികളും പോയില്ല. പിന്നെ അത് കഴിയാറായിട്ടുണ്ടായിരുന്നു പരിപാടി. അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ എല്ലാവരും കൂടിയിട്ട് സ്റ്റേജിൽ നിന്നിട്ട് ഒരുമിച്ച് കുറേ പാട്ടുകൾ ഇങ്ങനെ ഒരുമിച്ച് പാടിയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ പണ്ടത്തെ പാട്ടുകളാണ്. നല്ല ഡാൻസൊക്കെ കളിക്കാൻ പറ്റിയ പാട്ടുകൾ തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നാഷണൽ ആന്തം ചൊല്ലി ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കളിപ്പാട്ടം വാങ്ങാനായിട്ട് വന്നു കേട്ടോ. അമ്മാമ്മ ഞങ്ങൾക്ക് പന്ത് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം പന്ത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ വന്നപ്പോൾ പന്ത് കൊണ്ടായിരുന്നു കേട്ടോ കളി മുഴുവൻ. പിന്നെ ഞങ്ങൾ ആമി ചേച്ചിയുടെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആമി ചേച്ചിയുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അച്ചാച്ചൻ കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ വീട്ടിൽ വന്നിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗ്. ഇനി ഞങ്ങൾ പൂരപ്പറമ്പിൽ പോയിട്ടുള്ള വ്ളോഗ് വേറെ ദിവസം ഇടാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.